പ്രയാസങ്ങളുള്ള ആളുകൾ, കടബാധ്യതയുള്ള ആളുകൾ. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മൂലയിൽ ഇരിക്കുമ്പോഴാ ഹബീബായ നബി ഞങ്ങളെന്ന് ചോദിച്ചത്, അബൂ ഉമാമ, എന്തേ ആളുകൾ ജോലിക്ക് പോകുന്ന ഈ നേരത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്തേ അബൂ ഉമാമ ഫർള് നിസ്കാരം ഒന്നും നടക്കാത്ത ഈ ദുഹറിന് മുമ്പുള്ള ഈ നേരത്ത് നിങ്ങൾ എന്തേ പള്ളിയിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സ്വഹാബി കൊടുത്ത മറുപടിയുണ്ട്, യാ റസൂലല്ലാഹ് ദുയൂനി വഹുമൂമി ലസിമത്നി യാ റസൂലല്ലാഹ്. ഒരുപാട് കടമുണ്ട് നബിയെ, ഒരുപാട് ടെൻഷനുണ്ട് നബിയെ, ഒരുപാട് ബാധ്യതകളുണ്ട് നബിയെ. കടം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയെ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, യാ അബാ ഉമാമ, അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാതിൻ ലൗ ഖുൽതഹാ ഖദല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക. അബൂ ഉമാമ, ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരികയും നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. നമുക്കൊക്കെ അറിയാം, കടമുണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ വലിയ ഭാരമാണ്, കടം തന്നെ ഭാരമാണ്. അതുകൊണ്ട് കടം അല്ലാഹു വീട്ടിത്തരാനും നിങ്ങളുടെ ടെൻഷൻ ഒഴിവാകാനും ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. അത് ചൊല്ലിക്കോളൂ, രാവിലെയും വൈകുന്നേരവും ധാരാളം ചൊല്ലണേ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കടങ്ങൾ എവിടെന്ന് വീടാനാണ്, എങ്ങനെ വീടാനാണ്, എന്റെ വരുമാനം വെച്ച് എവിടെന്ന് വീടാനാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എന്റെ കടങ്ങളൊക്കെ ഈ ദിക്ർ ഞാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ അറിയാത്ത വിധം അല്ലാഹു എന്റെ ഭാരങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് അബൂ ഉമാമ തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ആ കടബാധിതകൾക്ക് വേണ്ടിയുള്ള ദുആ, നമ്മുടെ ടെൻഷനുകൾ മാറാനുള്ള ദുആ, ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റുന്ന ദുആ ഈ പരിശുദ്ധമായ രാവിലെ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, കടങ്ങളൊക്കെ വീട്ടി നൽകണേ തമ്പുരാനെ, കടബാധിതകളിൽ നിന്ന് വിടാനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. പടച്ചവനെ, കടക്കാരായി കടബാധ്യതയുള്ളവരായി മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. മനസ്സുകളുടെ ടെൻഷനുകളും പ്രയാസങ്ങളും നീക്കിത്തരണേ തമ്പുരാനെ. ബിഹഖി അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ദുആ ഇരക്കുക, ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. വിഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണിത്. കടബാധ്യതകൾ വീടാൻ നിബിധങ്ങൾ പഠിപ്പിച്ചത്. ഈ ഉമ്മത്തിന്റെ ഭാരം ഇറക്കി തന്നില്ലേ നിബിധങ്ങൾ. എന്തെല്ലാം നന്മയുടെ വഴികളാണ് നമുക്ക് വേണ്ടി ഹബീബ് തുറന്നു വെച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ടെൻഷൻ വരുന്നതിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് എന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. റബ്ബേ, അശക്തനാവുന്നതിൽ നിന്ന്, മടി വന്നു പോകുന്നതിൽ നിന്ന്, ആലസ്യം വന്നുപെടുന്നതിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ധൈര്യമില്ലാതെയായി പോകുന്ന അവസ്ഥയിൽ നിന്ന്, പിശുക്ക് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ. കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഖഹ്രിർ റിജാൽ. ആളുകൾ വന്ന് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിൽ നിന്നും കാവൽ നൽകണേ എന്ന് നിബിധങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ദുആ ഇരക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകൾ ദുആ ചെയ്തു. അല്ലാഹു എന്തെന്നില്ലാത്ത അത്ഭുതകരമായ രീതിയിൽ കടങ്ങൾ വീട്ടിക്കൊടുത്ത മുജറബായ ദുആയാണ്. ഈ ദുആ ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കടം കൊണ്ട് കുടുങ്ങിയവരെ ഈ ദുആന്റെ മഹത്വം അറിഞ്ഞ് ചൊല്ലിയതിന് ശേഷം അല്ലാഹു തആല കടങ്ങൾ വീട്ടിക്കൊടുത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ഹബീബിന്റെ ദുആയാണ്, സുന്നത്താണ്. മുത്തുനബി തങ്ങളോട് ഓരോരുത്തരും എന്ന് പറയുന്ന പരാതികൾക്ക് ഈ നബി തങ്ങൾ കൊടുത്ത മറുപടികളാണിത്.